TRD കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇതിന് ഡീറ്റെയിൽ വരുന്നത് 2019 മോഡലാണ്. വെറും 78,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. കേരള വണ്ടിയാണോ? അതെ, ഒറിജിനൽ കേരള ഡീസൽ GD ആണ്. ഫ്രീ വണ്ടിയാണ്. ഫ്രീ വാഹനമാണല്ലേ? അതെ അതെ. മാക്സിമം ലോൺ കിട്ടൂല. റയർ ആയിട്ട് ക്രിസ്റ്റയിൽ ഇറങ്ങിയിട്ടുള്ളൂ. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ കയ്യിലുണ്ട് വണ്ടി. ഡീറ്റെയിൽ അതിന് വരുന്നത് 2018 മോഡല്. 2018 മോഡൽ. അതെ, 1,42,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. അതെ അതെ. ഡീറ്റെയിൽ അതിന് വരുന്നത് 2018-19 മോഡലാണ്. വാഹനം നോക്കുന്നവർക്ക് ലോ കിലോമീറ്റർ ഓൾട്ട് കൊടുക്കുക. അല്ലെ ഡീറ്റെയിൽ 2016 മോഡല്. ഒരു 46,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഹലോ ഗൈസ്, മലയാളം മീഡിയയിലെ പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഫോക്കസ് മോട്ടോഴ്സിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അഭിലാഷ് ബ്രോ ആണ്. അഭിലാഷ് ബ്രോ, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞു കൊടുക്കും. പിന്നെ തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലെ മഞ്ചേരി റോഡിലെ പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പ് തൊട്ട് ചേർന്നിട്ടാണ് ഫോക്കസ് മോട്ടോഴ്സിന്റെ ലൊക്കേഷൻ വരുന്നത്. പാണ്ടിക്കാടാണ്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ഫോർച്യൂണറുകളും ക്രിസ്റ്റകളും കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരുപാട് വേറെ സാധാരണക്കാർക്ക് പറ്റിയ വാഹനങ്ങളും ഈ വീഡിയോ. അപ്പൊ നമുക്ക് ഒരുപാട് തള്ളി മറിച്ച് ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? ആദ്യമായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് ന്യൂ ഷേപ്പ് ഫോർച്യൂണർ അല്ലേ? ആദ്യം തന്നെ നമുക്ക് അതന്നെ പരിചയപ്പെടാം. TRD കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇതിന് ഡീറ്റെയിൽ വരുന്നത് 2019 മോഡലാണ്. വെറും 78,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. കേരള വണ്ടിയാണോ? അതെ, ഒറിജിനൽ കേരള 4x4 ഓട്ടോമാറ്റിക്. ഒറിജിനൽ കേരള 4x4 ഓട്ടോമാറ്റിക് വണ്ടി. സർവീസുകളൊക്കെ വണ്ടിയാണ്. കറക്റ്റ് സർവീസ് അല്ലേ? 74,000 കിലോമീറ്റർ റീപ്ലേസ് എന്തെങ്കിലും വണ്ടിക്ക്? ഒന്നുമില്ല അല്ലേ? ഒറിജിനൽ കേരള വാഹനം. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ്. ഒരു അപാകത കാര്യമൊന്നും പറയില്ല. കാരണം ഫ്രഷ് വാഹനത്തിന്റെ ഫീൽ യൂസ് ചെയ്യാൻ. ഓക്കെ, ഇതിന് പുതിയതിന് ഓൺ റോഡ് എത്ര പ്രൈസ് ഉണ്ട്? ഇതിന് ഏകദേശം പുതിയതിനാണെങ്കിൽ എങ്ങനെ പോലും മിനിമം ഒരു 45-50 രൂപ 50 ലക്ഷത്തിന്റെ ഉള്ളിൽ വരും. അപ്പൊ ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? 38,75,000 ആണ്. 75,000 രൂപയാണല്ലേ? അപ്പൊ പുതിയ വണ്ടി എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ബെനിഫിറ്റ് ആയിരിക്കും. നല്ല ബെനിഫിറ്റ് ആണ്, നല്ല വണ്ടിയാണ്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ബ്ലാക്ക് ക്രിസ്റ്റ പരിചയപ്പെടാം. ബ്ലാക്ക് ക്രിസ്റ്റന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആവശ്യക്കാര് വളരെ കൂടുതലാണ്. ഈ കളർ വളരെ റയർ ആയിട്ട് ക്രിസ്റ്റയിൽ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിലുണ്ട് വണ്ടി. ഡീറ്റെയിൽ അതിന് വരുന്നത് 2018 മോഡല്. 2018 മോഡൽ. അതെ, 1,42,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ആണ്. ഇത് റീ വണ്ടിയാണ്? അതെ, റീ വണ്ടിയാണ്. ഡൽഹി രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, റീപ്ലേസ് എന്തെങ്കിലും വണ്ടിക്ക്? 2.8 G4 ആണ്. ഓട്ടോമാറ്റിക് ആണ്. G4 ഓട്ടോമാറ്റിക്. അപ്പൊ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ G4 ആണ്. ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. എത്രയാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത്? 19 ലക്ഷം. 19 ലക്ഷം. കേരളത്തേക്ക് ആക്കി കൊടുക്കുന്ന നമ്പറാണ് കേട്ടോ. നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ്. NOCയിലല്ല. ബ്ലാക്ക് കളറാണ്. അത്യാവശ്യം ഡിമാൻഡ് ഉള്ള കളറും കൂടിയാണ്. ഇനിയിപ്പോ വേറൊരു കളർ ക്രിസ്റ്റി കൂടി നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽ തന്നെ വരുന്നത് 2000 ഇന്നോവ ക്രിസ്റ്റന് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ. 16 മോഡൽ 17 രജിസ്ട്രേഷൻ. അതെ, 1,75,000 കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. 2.4 സെറ്റ് മാനുവൽ വണ്ടിയാണ്. കേരള വണ്ടിയാണോ? അല്ലല്ല, ഇത് റീവണ്ടി കേരളത്തേക്ക് മാറ്റിയാണ്. മാനുവൽ ആണല്ലേ? അതെ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെന്റ് ഗ്ലാസിന് ചെറിയൊരു പൊട്ടണ ഓൾറെഡി ഞങ്ങൾ കാണിച്ചാണ്, മാറിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിട്ട്. പക്ഷേ എടുക്കുന്ന സമയത്ത് നമ്മൾ മാറ്റിയിട്ട് കൊടുക്കാം. അതെ. അപ്പൊ ആക്സിഡന്റ് അല്ലാന്ന് കാണിക്കാൻ ഒറിജിനാലിറ്റി കാണിക്കാൻ വേണ്ടി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? അതെ. ഓക്കെ, എത്ര കൊടുക്കാം? ഇതിന് 17,25,000. 17,25,000 നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ്. അതെ, നമ്പർ ആക്കി. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഇനോവ പരിചയപ്പെടാൻ. ഡീറ്റെയിൽ വരുന്നത് ഇന്നോവ 2015 ആണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി. G4 ആണോ? അതെ, 4th ഓണർ ആണ്. മാനുവൽ ആണ്. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? അതെ. കേരള ഒറിജിനൽ കേരള വാഹനമാണ്. അലോയ് വീൽസ് കാര്യങ്ങൾ ക്രിസ്റ്റന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, അലോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സീറ്റ് ഒക്കെ ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് വർക്ക് എടുത്ത വാഹനമാണ് അല്ലേ? അതെ. എത്രക്ക് കൊടുക്കാം നമുക്ക്? ഏകദേശം 13 ലക്ഷം. 13 ലക്ഷത്തിന് കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 75-80% ലോണും ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് വീണ്ടും നമുക്കൊരു ഇനോവ പരിചയപ്പെടാം. ഗ്രേ കളർ. ഇതിന്റെ ഡീറ്റെയിൽ തന്നെ വരുന്നത് ഇത് 2012 മോഡല്. 2 ലക്ഷത്തിന് മേലെ കിലോമീറ്റർ ഓടിയ വണ്ടി. 4th ഓണർ ആണ്. വേരിയന്റ് G4 ഈ വണ്ടിയാണ്. ഇത് ഓൾറെഡി ബുക്കഡ് ആണ് കേട്ടോ. വണ്ടി ബുക്കഡ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് കാണിക്കണ്ട അല്ലേ? വണ്ടി ബുക്കഡ് ആണ്. അപ്പൊ അടുത്ത ആരും ബേജാറാവണ്ട. അതേ കളറിൽ വേറെ വണ്ടി കൂടി നമ്മുടെ കയ്യിലുണ്ട്. 2013 മോഡല്. 2,08,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 5th ഓണർ ആണ്. വേരിയന്റ് G4 ആണ്. ഡീസൽ. നമുക്ക് ഏകദേശം വരുന്നത് 7,35,000. 7,35,000 രൂപയ്ക്ക് 2013 വണ്ടി നമ്പർ ആയിട്ടുള്ള റേറ്റ് അല്ലേ? അതെ. 2013 വണ്ടിയാണ് കൊടുക്കുന്നത്. റീപ്ലേസ്മെന്റ് മേജർ എന്തെങ്കിലും ഉണ്ടോ? മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മൈന്യൂട്ട് എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും. 2012-13 മോഡൽ. അപ്പൊ അടുത്തായിട്ട് ബ്രസ പരിചയപ്പെടാൻ. ഡീസൽ അല്ലേ? അതെ. ഡീറ്റെയിൽ വരുന്നത്
ബ്രസയുടെ 2018 മോഡല് 1,10,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ. സിംഗിൾ ഓണർ. അതെ, VDI ആണ്, മാനുവൽ റീവണ്ടി, കർണാടക രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. റീവണ്ടിയാണ് അല്ലേ? അതെ അതെ. VDI ഓപ്ഷൻ ആണ്. മൈലേജ് ഒരു 20 ആ റേഞ്ചിൽ സെഗ്മെന്റിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഇത് എത്ര കൊടുക്കാൻ നമുക്ക്? 7,65,000. 7,65,000. ലോൺ കിട്ടുമോ? ലോൺ കിട്ടും, മാക്സിമം ലോൺ കിട്ടും. അടുത്തായിട്ട് നമുക്ക് ബ്രസനെ പരിചയപ്പെടാം. ഇത് ZD ആണല്ലേ? അതെ, ഡീറ്റെയിൽ 2018-19 മോഡലാണ്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. 1,17,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടൂലേ? അതെ അതെ. ഓക്കെ, എത്രയാണ് ആസ്കിങ്? 8,85,000. 8,85,000. റീപ്ലേസ്മെന്റ് മേജർ ഡോക്ടർ ഉപയോഗിച്ച വണ്ടി. ഡോക്ടർ ഉപയോഗിച്ച വണ്ടി ഹൈലൈറ്റ് ആയി പറയാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് വൈറ്റ് കളർ ബ്രസ് നോക്കുന്നവർക്ക് അതുകൊണ്ട് നമ്മുടെ കയ്യില് ഡീസൽ തന്നെയാണ് വരുന്നത്. ZD അല്ലേ? അതെ, പ്ലസ് ആണ്. പ്ലസ് ആണ്. അപ്പൊ ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഡീറ്റെയിൽ 2017 മോഡല് 1,27,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. വേരിയന്റ് ZD പ്ലസ് ആണ്. മാനുവൽ വണ്ടി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മെയിൻ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ കാണുകയാണെങ്കിൽ സീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി സീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എത്ര? 8,05,000. 8,05,000. ലോൺ കിട്ടുമോ? പിന്നെ തീർച്ചയായിട്ടും ലോൺ, മാക്സിമം ലോൺ കൊടുക്കും. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് റിഡ്സ് പരിചയപ്പെടാം. ഡീസല പെട്രോളാ? ഇത് ഡീസൽ വരുന്നത് ZDI ഫുൾ ഓപ്ഷൻ. അതെ, 2012 മോഡൽ. 12 മോഡൽ. ഇന്ത്യയിലൊക്കെ വേറെ ഡുവൽ ടോൺ ആയിട്ടാണ് വരുന്നത്. അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരും. സെറ്റ്, സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി. എത്ര കൊടുക്കാം? 3,60,000. 3,60,000. അതിൽ മാക്സിമം ലോൺ കിട്ടും? പിന്നെ തീർച്ചയായിട്ടും ലോണും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ടാറ്റന്റെ ബിൽഡ് ക്വാളിറ്റി ഉള്ള നെക്സോൺ പരിചയപ്പെടാം. ഡീറ്റെയിൽ 2019 മോഡൽ 72,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. XM ആണ് ഇതിന്റെ വേരിയന്റ് തന്നെ. മാനുവൽ. ഡീസൽ പെട്രോളോ? ഇത് ഡീസൽ. അതെ. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? 7,85,000. 7,85,000. ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നൈസാണ്, കുഴപ്പമൊന്നുമില്ല. 7,85,000 ആസ്കിന്. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു? തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. നമുക്ക് ലോണൊക്കെ മാക്സിമം ചെയ്യാം. അപ്പൊ അടുത്തായിട്ട് നിസാന്റെ 2017 മോഡൽ മൈക്രോ അല്ലേ? ഡീറ്റെയിൽ ഇത് 2017 മോഡലാണ്. 73,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. പെട്രോൾ വണ്ടിയാണ്. XL. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, ഇത് നമുക്ക് മാക്സിമം ലോൺ നമുക്ക് കൊടുക്കാൻ പറ്റും. എത്ര കൊടുക്കാം? ഏകദേശം ഒരു കുറഞ്ഞ എമൗണ്ട്, ഒരു 10, 15, 20 രൂപ നമുക്ക് മുടക്കാണെങ്കിൽ മാക്സിമം. ഇനിയിപ്പോ നല്ല ട്രാക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഫുൾ ലോണും കിട്ടും. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റൈൻഡ് ആണ്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത് നമ്മൾ? ഏകദേശം 3,65,000. 3,60,000 പെട്രോൾ വണ്ടി സ്വന്തമാക്കാം. അടുത്തായിട്ട് i10 ഗ്രാൻഡ് ആണത്. അതെ, ഗ്രാൻഡ് ഐറ്റം. ഓട്ടോമാറ്റിക് ആണോ? അല്ലല്ല, മാനുവൽ. ഡീറ്റെയിൽ 2022 മോഡല് 55,600 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള മാഗ്ന പെട്രോൾ ഓട്ടോമാറ്റിക്. ഷോറൂം കണ്ടീഷൻ വാഹനം. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്, അതാണ് ചോദിച്ചത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ, സെറ്റ്, സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എക്സ്പെക്ടേഷൻ 7,25,000. 7,25,000 അല്ലേ? മാക്സിമം ലോൺ കമ്പനി സർവീസുകൾ വണ്ടിയാട്ടോ. ഓക്കെ, സർവീസ് ഹിസ്റ്ററി ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു ഐറ്റം പരിചയപ്പെടാം. ഡീറ്റെയിൽ 2018 മോഡല് 59,000 കിലോമീറ്റർ ഓടിയ വണ്ടി. തേർഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. പെട്രോൾ ആണ്. ആസ്റ്റ ആണ് ഇതിന്റെ വേരിയന്റ്. മാനുവൽ ആണ്. ആസ്റ്റ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, കീലെസ് എൻട്രി വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എത്രയാണ് ആക്സ് ചെയ്യുന്നത്? ഇതിന് 4,60,000. 4,60,000. ലോൺ കിട്ടുമോ? പിന്നെ തീർച്ചയായിട്ടും ലോൺ. മാക്സിമം ലോൺ കൊടുക്കണം. അപ്പൊ അടുത്തായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് i20. 2019 സ്പോർട്സ് ആണോ? അതെ, സ്പോർട്സ് വേരിയന്റ്. ഡീറ്റെയിൽ 2019 മോഡല് വെറും 51,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. പെട്രോൾ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ. മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയുള്ള? വെറും 59. ഹിസ്റ്ററിയാണ്. പെട്രോൾ ആണ് വരുന്നത്. ഒരു 15 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് ഓവർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രയാണ് ആസ്കിന് വണ്ടിക്ക്? നമ്മൾ ഏകദേശം ഒരു 7,10 റേഞ്ച് നമ്മൾ ആസ്കിംഗ് ആണ്. നെഗോഷ്യബിൾ ആണ്. ലോൺ കിട്ടൂലേ? പിന്നെ തീർച്ചയായിട്ടും ലോൺ കിട്ടും. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് എറ്റിയോസ് പരിചയപ്പെടാം. ഡീറ്റെയിൽ എറ്റിയോസ് ലീവ 2018 മോഡല് 1,32,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഡീസൽ GD ആണ്. റീവണ്ടിയാണ്. റീവാഹനാണല്ലേ? അതെ. മാക്സിമം ലോൺ കിട്ടൂല? പിന്നെ തീർച്ചയായിട്ടും. വണ്ടിക്ക് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ സീറ്റാറും കാര്യങ്ങളും സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രയാണ്? 6,40,000. 6,40,000. എത്ര ലോൺ കിട്ടും? ഇതിന് മാക്സിമം നമുക്ക് ഇപ്പൊ കർണാടക വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കേരളത്തിലേക്ക് മാറ്റണം. എങ്കിലും അവരുടെ സിവിലൊക്കെ ഓക്കെയാണ്. നമുക്ക് ഒരു 80% നമുക്ക് ലോൺ. 80% ലോൺ കിട്ടും. അടുത്ത നമുക്ക് ഒരു ഓൾട്ടോ പരിചയപ്പെടാം.
ചെറിയ വാഹനം നോക്കുന്നവർക്ക് ലോ കിലോമീറ്റർ ഓൾട്ടോ കൊടുക്കുക അല്ലെങ്കിൽ ഡീറ്റെയിൽ 2016 മോഡല് ഒരു 46,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. LX ആണ് ഇതിന്റെ വേരിയന്റ്. പെട്രോൾ ആവുകൊണ്ട് ഒരു 20 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. അത് കറക്റ്റ് ഹിസ്റ്ററി ആണ്. എത്ര കൊടുക്കാം? ഇത് 2,45,000. 2,45,000. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, അതിന് മെയിൻ ക്ലാസ് മാത്രം. മെയിൻ ക്ലാസ് ഉണ്ടല്ലോ, മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നും തന്നെ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒരു മിനി SUV പരിചയപ്പെടാം. എക്സ്പ്രസോ ഡീറ്റെയിൽ 2020 വെറും 44,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള പെട്രോൾ വണ്ടിയാണ്. VXI പ്ലസ് ആണ് വരുന്നത് കേട്ടോ. VXI പ്ലസ് ഒന്ന് കുറച്ച് ഫീച്ചേഴ്സ് വരും, കൂടുതലുള്ള വണ്ടിയാണ്. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, തുടങ്ങിയ എല്ലാ ഫങ്ഷൻസ് വരുന്നുണ്ട്. എത്രയാണ്? 4,30,000. 4,30,000 മാക്സിമം ലോൺ കിട്ടും? പിന്നെ തീർച്ചയായിട്ടും ലോൺ കിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്തൊരു ബ്ലാക്ക് കളർ നിസാൻ മൈക്രോ വരിക. ഡീറ്റെയിൽ എങ്ങനെയുണ്ട്? മൈക്രോ 2011 മുകളിൽ 12 രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. എത്രയാണ്? തേർഡ് ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ ഓടിയ വണ്ടി, പെട്രോൾ ആണ്. വെറും 1,80,000. 1,80,000 കൊടുക്കാം. അതെ, കണ്ടീഷൻ ഒക്കെ നല്ല കണ്ടീഷനാണ്, വർക്കിംഗ് കണ്ടീഷനിൽ ഓടുന്ന വണ്ടിയാണ്. ഇന്റീരിയർ കാര്യങ്ങളൊന്നും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്, ബ്ലാക്ക് കളറാണ്, പെട്രോൾ ആണ്. റോഡ് പ്രസൻസ് ഉണ്ട്. പെട്രോൾ ആയതുകൊണ്ട് എത്ര മൈലേജ് കിട്ടും? എങ്ങനെ പോലും ഒരു 15-16 കിലോമീറ്റർ മൈലേജ് കിട്ടൂലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ റേറ്റ് ഒന്നും ഫിക്സ്ഡ് അല്ല, നെഗോഷ്യബിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. അപ്പോൾ വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.